നോക്കിക്കേ ചേച്ചി, അച്ഛമ്മ വിഷമത്തിലാ. ഇന്നലെ രാത്രി നല്ലപോലെ പേടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ. അയ്യോ, ഒന്ന് പതിയെ പറ. നമ്മളാണ് ഇന്നലെ പ്രേതോട്ട് ചെന്ന് അച്ഛമ്മനെ പേടിപ്പിച്ചതെന്ന് അറിഞ്ഞ അച്ഛമ്മ ശരിയാക്കൂ. നിങ്ങളായിരുന്നോ? എന്താടി എന്റെ പുറകെ വന്ന് കുശുകുശിക്കണേ? ഞങ്ങൾ കുശുകുശിക്കൊന്നുമില്ല. ഞങ്ങൾ അച്ഛമ്മ എങ്ങനെ ഇരിക്കണം എന്താണെന്നറിയാൻ വന്നതാ. ഫ്യൂസ് പോയാന്നോ? എനിക്ക് തോന്നി. നിന്റെ തോന്നൽ എന്തായാലും കൊള്ളാം. എന്നാലും അച്ഛമ്മക്ക് എന്ത് പറ്റി? എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് പറ. എന്റെ മക്കളെ, ഞാൻ പറഞ്ഞിട്ടാ മാധവന് ഗീത വിശ്വസിക്കണില്ല. എന്ത് പറഞ്ഞിട്ടാ? ഇന്നലെ രാത്രി ഒരു തരി ഞാൻ ഉറങ്ങിയിട്ടില്ല. അത് കൊള്ളാം. ഈ ടൂറിന് വന്നിട്ട് നിങ്ങൾ ഉറങ്ങി, നിങ്ങളുടെ അച്ഛനും അമ്മയും ഉറങ്ങി, എനിക്ക് മാത്രം പ്രേതവും ദുരിതവും. അതിനിപ്പോ അച്ഛമ്മക്ക് എന്ത് പറ്റിയെന്നായി പറയണേ? ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഒന്നല്ല, 3 പ്രേതത്തിനെയാണ് ഞാൻ എന്റെ മുറി കണ്ടത്. ഞാനോടി മാധവനോട് പോയി പറഞ്ഞപ്പോഴേ അവൻ വന്ന് മുറിയിലൊക്കെ നോക്കി. പക്ഷെ അന്നേരം ആ പ്രേതമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. എന്റെ തോന്നലാന്നാ പറയുന്നേ. എനിക്ക് ഉണക്കി അത് ശരിയാ. അച്ഛമ്മ ഞങ്ങളുടെ മുറി വന്ന് പറഞ്ഞില്ലേ ഇവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയില്ലേ? പാവം പ്രേതം അത് കേട്ടിട്ടുണ്ടാകും. പാവം പിള്ളേർ ഉറങ്ങിക്കോട്ടെന്ന് കരുതിയാ എല്ലാരും കൂടി അച്ഛമ്മയുടെ മുറിയിലോട്ട് വന്നേ. ഓ, ഈ നശിച്ച സ്റ്റേക്കേഷൻ കാരണമല്ലേ ഇപ്പൊ പ്രേതം വന്ന് എന്നെ പേടിപ്പിച്ചത്. ഞാൻ മാധവനോട് പറഞ്ഞു ഇന്ന് തന്നെ വീട്ടിലോട്ട് പോകും. അച്ഛമ്മ അച്ഛനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളെ 3 ദിവസത്തേക്കാ ട്രിപ്പ് വന്നേ. ഇന്നിപ്പോ ഒരു ദിവസമല്ലേ കഴിഞ്ഞുള്ളൂ. 2 ദിവസം കൂടി നമ്മളിവിടെ ഉണ്ടാവും. അതൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല മോളെ. എനിക്ക് സുഖയില്ലെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് അലറിക്കരയും. അപ്പൊ എന്തായാലും മാധവന് ഞാൻ പറയണ കേൾക്കേണ്ടി വരില്ലേ? എന്റെ പൊന്നച്ഛാമ്മ, സ്കൂൾ തുറക്ക കഴിഞ്ഞ് ഒരാഴ്ചയും കൂടി ഉള്ളപ്പോഴായി ട്രിപ്പ് വന്നേ. അച്ഛാമ്മ വെറുതെ വാശി പിടിച്ച് അച്ഛനെ കൊണ്ട് ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവല്ലേ? എനിക്ക് നിങ്ങളെയും കൂടി എന്റെ മുറി കിടത്തണം. ഈ പ്രേതത്തിന്റെ കൂടെ ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് വയ്യ. എന്റെ പൊന്നച്ഛാമ്മ, ഇവിടെ പ്രേതമില്ല. എന്റെ പൊന്നു മക്കളെ, ആ പാചകക്കാരൻ പറഞ്ഞ കേട്ടില്ലേ? ഇവിടെ അടുത്ത പറമ്പിലെ കിണറിലെ ഒരു പാവ പോയി അതെടുക്കാൻ പോയി കൊച്ചാ കിണറ്റി വീണ് മരിച്ചെന്ന്. അതിന്റെ പ്രേതം ഒരിക്കൽ രാത്രി വന്നത്. അതിനൊരു പ്രേതമല്ലല്ലോ, അച്ഛമ്മയുടെ അടുത്ത് 3 പ്രേതം വന്നെന്നല്ലേ പറഞ്ഞേ? ഓ, അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇന്ന് രാത്രിക്ക് മുമ്പ് നമ്മളെല്ലാരും തിരിച്ച് വീട്ടിലേക്ക് പോകും. ഞാൻ മാധവനെ കൊണ്ട് അതിനെ സമ്മതിപ്പിക്കും. അയ്യോ, അങ്ങനെ ഒന്നും ചെയ്യല്ലേ. അച്ഛമ്മ പറയണത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ അനുസരിക്കാം. എന്നാ ഇവിടെ പ്രേതയില്ലെന്ന് നിങ്ങൾ തെളിയിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം. ശരി, ഞങ്ങൾ തെളിയിക്കാം. എങ്ങനെ തെളിയിക്കും? അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ നിങ്ങൾ പോകുമോ? ആ കിണറിന്റെ അടുത്ത് വരെ നിങ്ങൾ പോകാമെങ്കിൽ ഞാൻ വിശ്വസിക്കാം ഇവിടെ പ്രേതയില്ലെന്ന്. ശരി, സമ്മതിച്ചു, ഞങ്ങൾ പോകാം. പറമ്പിൽ മാത്രം പോയപ്പോൾ ആ കിണറ്റിന്റെ അടുത്ത് നിൽക്കണം. ആയിക്കോട്ടെ, ഞങ്ങൾ അങ്ങനെ ചെയ്യാം. പക്ഷെ അച്ഛനോട് പറഞ്ഞ് ട്രിപ്പ് ക്യാൻസൽ ചെയ്യരുത്. 3 ദിവസം നമുക്കിവിടെ താമസിക്കാനുള്ളതാ. ആ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അമ്മേ. മാധവനല്ലേ വിളിച്ചേ? അച്ഛനെന്തിനാ ഇപ്പൊ അച്ഛമ്മനെ വിളിക്കണേ? കേട്ടല്ലോ, എന്റെ മോൻ എന്നെ വിളിക്കുന്നുണ്ട്. മര്യാദക്ക് നിങ്ങൾ ഇവിടെ പ്രേതം ഇല്ലെന്ന് തെളിയിച്ചാ ഞാനിവിടെ നിൽക്കാം. അല്ലെങ്കിൽ എന്റെ മോനോട് ഞാനിപ്പൊ പറഞ്ഞ് ഇവിടെ നിന്ന് പോകും. അതിനെന്താടി കുണിക്ക്? അവിടെ പ്രേതമൊന്നും ഇല്ല. നിനക്ക് തോന്നുന്നതാ കുണിക്ക്. അച്ഛാമ്മനെ ഇന്നലെ പറ്റിച്ചത് നമ്മളെ 3 പേരും കൂടിയല്ലേ വെള്ളയൊക്കെ പൊതിച്ച്. ഇവിടെ പ്രേതം ഇല്ലല്ലോ. നമ്മളെ കണ്ടല്ലേ അച്ഛമ്മ പേടിച്ചത്. നമുക്ക് ജസ്റ്റ് ആ പറമ്പിൽ പോയിട്ട് ആ കിണറിന്റെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോഴേക്കും അച്ഛമ്മ വിശ്വസിക്കുമല്ലോ ഇവിടെ പ്രേതം ഇല്ലാന്ന്. പേടിക്കാനൊന്നുമില്ല. നമുക്ക് ആ പറമ്പിൽ പോയിട്ട് വേഗം തിരിച്ചു വരാം. എന്നാ നമുക്ക് പോവാം. എന്താടാ മാധവ് എന്നെ വിളിച്ചത്? അമ്മയുടെ പേടി മാറിയെന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഓ, ഞാൻ പേടിച്ചാ നിനക്കെന്താ? ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ട് പ്രേതവും പറഞ്ഞ് രാത്രി കരഞ്ഞോണ്ട് എണീറ്റ് വന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? ഞാൻ കണ്ടതാ 3 പ്രേതത്തിനെ. എന്നിട്ട് ഞങ്ങൾ വന്നപ്പോ കണ്ടില്ലല്ലോ. അമ്മക്ക് പേടിയാണെങ്കിൽ ഇന്ന് കുട്ടികളെ കൂടി കിടന്നോളൂ. എവിടെ കിടന്നാലും പ്രേതത്തിന് ഈസി ആയിട്ട് വരാൻ പറ്റും. എന്റെ പൊന്നമ്മ, പ്രേതവും ഭൂതവും മണ്ണാങ്കട്ടെ ഒന്നുമില്ല. അമ്മയുടെ തോന്നല. ഓ, ഇന്നലെ രാത്രി വെറുതെ ഞങ്ങളുടെ ഉറക്കം കളഞ്ഞു. പിന്നെ അമ്മ പറയുന്നുണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ ഏതോ കൊച്ചു മരിച്ച കാരണം. അതിന് ഈ പറമ്പിൽ എന്താ കാര്യം? അതുകൊണ്ട് അമ്മ വെറുതെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. 2 ദിവസം കൂടി നമ്മൾ ഇവിടെ ഉണ്ട്. നമുക്ക് സന്തോഷത്തോടെ അടിച്ചു പൊളിക്കാമേ. മാധവ ചേട്ടാ, അവിടെ ആരാ നിൽക്കുന്നേ? ഞാൻ മല്ലിക. ഈ വീട്ടിലേക്ക് ഫുഡ് ഉണ്ടാക്കുന്നതാ. ഓ, മല്ലിക. അല്ല, നിങ്ങളെന്താ ഇപ്പൊ വന്നത്? രാത്രിയിൽ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയല്ലേ കൊടുത്തു വിട്ടത്? അത് പിന്നെ ഞാൻ പകൽ സമയത്ത് ഇവിടെ വരാറുള്ളൂ. ശരി, അന്ന് അകത്ത് പോയി ഫുഡ് ഉണ്ടാക്കിക്കോളൂ. എന്ത് പറ്റി? അത് സാറേ, നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടോണ്ടാ ഞാൻ വന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് മല്ലികെ? പറ. ഈ അമ്മച്ചി പ്രേതം കണ്ടു എന്നൊക്കെ പറഞ്ഞില്ലേ രാത്രി? അതിന്റെ സത്യാവസ്ഥ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നേ. എന്താ പറയാനുള്ളത്? ഇവിടെ പ്രേതം ഇല്ലാന്നൊന്നും തള്ളിക്കളയണ്ട കേട്ടോ. ഇവിടെ തൊട്ടപ്പുറത്തെ പറമ്പിലെ ഒരു കുട്ടി മരിച്ചതാ കിണറ്റി വീണ്. ആ കുട്ടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര ശല്യ രാത്രി. പേടിപ്പെടുത്തുന്ന പലതും കാണും. അതുകൊണ്ടാ രാത്രി ഞാൻ ഇങ്ങോട്ട് വരാത്തെ. ഞങ്ങൾക്ക് അതിലൊന്നും വിശ്വാസമില്ല മല്ലികേ. ശരി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ഈ കോമ്പൗണ്ടിൽ തന്നെ നിന്നാ മതി. പകല് നടക്കാനിറങ്ങുകയോ മറ്റോ ചെയ്യുമ്പോഴേ അപ്പുറത്തെ പറമ്പിലേക്ക് യാതൊരു കാരണവശാലും പോകരുത് കേട്ടോ. അവിടെ അത്ര അപകട. അയ്യോ, എന്താ അമ്മ, എന്ത് പറ്റി? എടാ, നമ്മുടെ കുട്ടികള്. കുട്ടികൾക്ക് എന്താ അമ്മേ? അവരപ്പുറത്തെ പറമ്പിലേക്ക് പോയിരിക്കുക. അയ്യോ എന്റെ ദൈവമേ, അവര് പകത്തില്ലേ? അമ്മേനോട് ആരാ പറഞ്ഞത് അവര് പോയിന്ന്? എടാ, ഇവിടെ പ്രേതമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ പ്രേതമില്ല, പ്രേതമില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ വേണമെങ്കിൽ അപ്പുറത്തെ പറമ്പിലെ കിണറ്റിൽ പോകാന്ന് പറഞ്ഞ് 4 കുട്ടികൾ അങ്ങോട്ട് പോയിരിക്കുക. ഒരു 10 മിനിറ്റെങ്കിലും ആയി കാണും. എന്റെ ദൈവമേ, എന്റെ മക്കള്. എന്റെ ദൈവമേ, ആ കുട്ടികൾ ജീവനോടെ ഉണ്ടായാ മതി. അയ്യോ എന്റെ മക്കളെ, നിക്ക്, ഞാനും വരുന്നു. നോക്കിയേച്ചി, അവര് പറഞ്ഞ കിണർ ഇതാ. ശരിയാ, അപ്പുറത്തെ പറമ്പിലെ കിണറെന്ന് പറയുമ്പോ ഇത് തന്നെ ആയിരിക്കും. ഈ കിണറിലാന്ന് തോന്നുന്നു ആ കൊച്ചു വീണ് മരിച്ചേ. അതെ, പക്ഷെ ഇതിൽ പ്രേതം ഉണ്ടെന്നൊക്കെ പറയണ വെറുതെയാ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്നലെ വന്നപ്പോ പ്രേതത്തെ ഒന്നും നമ്മൾ അവിടെ കണ്ടില്ലല്ലോ. ശരിയാ, ഞാൻ ഈ ഫോണും കൊണ്ടാ വന്നേക്കണം. നമുക്ക് എല്ലാവർക്കും കിണറ്റിന്റെ സൈഡിൽ നിന്നൊരു സെൽഫി എടുക്കാം. എന്നിട്ട് അച്ചാമ്മനെ കൊണ്ടേ കാണിക്കാം. അപ്പൊ അച്ചാമ്മക്ക് മനസ്സിലാകുമല്ലോ ഇവിടെ പ്രേതമൊന്നും ഇല്ലാന്ന്. അത് നല്ല ഐഡിയ. അല്ല, ഈ കുണുക്കനിത് എങ്ങോട്ടാ? എടാ കുണുക്ക, നീ ഇത് എങ്ങോട്ടാ പോണേ? വേണ്ട വേണ്ട, അത്രയും ദൂരമൊന്നും പോകണ്ട. നമുക്ക് ഇവിടെ ഒന്ന് സെൽഫി എടുത്താൽ മതി. ഇങ്ങ് വാട കുണുക്ക. എന്റെ പൊന്നു കുണുക്ക, ഇങ്ങ് വന്നേ, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് വേഗം പോകാം. അയ്യോ, അതാരെ കരയുന്ന ഒച്ച കേൾക്കുന്നേ? അതെ, ഞാനും കേട്ടു. അയ്യോ, ഇതെന്തൊരു മഴയാ പെട്ടെന്ന്. അയ്യോ, കേറി നിൽക്കാൻ പോലും സ്ഥലം ഇല്ലല്ലോ. ചേച്ചി, പിള്ളേരെ പിടിച്ച് അവർക്ക് പനി വരും. എടി, നമുക്ക് വീട്ടിലോട്ട് ഓടിപ്പോയാലോ? മിന്നൽ വേണ്ട, എനിക്ക് പേടിയാവുന്നു. എടി, നമുക്ക് ഈ മരത്തിന്റെ ചോട്ടിലോട്ട് ഇരിക്കാം, വാ. ദൈവമേ, കുണക്കിനത് എങ്ങോട്ടാ പോയിക്കണേ? ഇങ്ങോട്ട് വാട കുണക്ക. എടി, ഈ കിണറ്റി പ്രേതം ഉണ്ടെന്ന് തോന്നുന്നേ. അവരായിരിക്കും കുണക്കിനെടുത്ത് പൊക്കി പിടിച്ചേക്കണേ. അവരിപ്പൊ കുണക്കിനെ താഴെ ഇടും. അയ്യോ, എന്താ ചെയ്യാ? എന്റെ കുണക്ക, കുണക്ക, കൈ ഉയർത്തി തന്നെ പിടിച്ചോ. ഇത് മോളെ, അവനെ കിണറ്റിലേക്ക് ഇടാൻ പോയി നമ്മൾ വേഗം പിടിക്കണേ. കുണക്ക, അവൻ പിന്നെയും പൊങ്ങി പോയി ചേച്ചി. മക്കളെ, അച്ഛാ, കുണക്കിനെ ഇപ്പൊ അവര് കിണറ്റിൽ ഒന്നേടും. ഇതില് പ്രേതമുണ്ട്. അയ്യോ, ഓടി വാച്ചാ. അയ്യോ കുണുക്ക, എന്ത് പറ്റി മാധവൻ ചേട്ടാ? ഒന്നും പറ്റിയില്ല. അവനാ പലകയിലോട്ടൊന്ന് അടിച്ചു വീണു, അത്രേ ഉള്ളൂ. ഗീതേ, ഇവിടെ നിൽക്കണ്ട, റിസ്ക. നീ വേഗം എല്ലാ സാധനങ്ങളും എടുത്തോ. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പോകണം. മാധവൻ, ഞാൻ അപ്പഴേ പറഞ്ഞിട്ട് ഇവിടെ പ്രേതമുണ്ട്, പ്രേതമുണ്ട്. എന്നിട്ട് എങ്ങനെ ഇരിക്കണേ? കരയാതെ കൊടുക്ക. ഭാഗ്യം ഇവന് ബോധം വന്നല്ലോ. കുട്ടി ഒന്ന് പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. അച്ഛ, എന്താ അച്ഛ ഇവിടെ സംഭവിക്കുന്നത്? അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം. എല്ലാരും വേഗം നടക്ക്, നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്ക്. നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. അങ്ങനെ നിങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി അല്ലേ? ആ, ഞാനിവിടെ ഉണ്ടാവും, കിണറ്റിലെ പ്രേതമായിട്ട്. ഇനി അടുത്ത ഫാമിലി വരുന്നവരെ